സത്യത്തിൽ ഇതാക്കണ പെണ്ണ് വീടിന് വിളക്കാണെന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഉഷാറായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് വേറെ ഏതെങ്കിലും ഉമ്മർത്ത് കൊണ്ടേ വെക്കണ പതിവാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അല്ലേ. കാൽക്കുങ്ങളോളായി ഇതൊക്കെ തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതാ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളെ വീട് പറ്റൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ വളഞ്ഞങ്ങോട്ട് മൂക്ക് പിടിച്ചത്. ഈ വളഞ്ഞ മൂക്ക് പിടിക്കുക അറിയുന്നത് ഒരു രസമുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് വേഗം സ്ഥലം കാലിയാക്കാൻ പോകട്ടെ കേട്ടോ. എന്തിനാ ഏതിനാന്നൊക്കെ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെക്കാം കേട്ടോ. ഏകദേശം പരിപാടികൾ പറഞ്ഞാൽ പുട്ടും ചായയും അതേപോലെ തന്നെ നമ്മളെ കടലക്കറി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അതവിടെ അടച്ച മൂടി ഒരു ഭാഗത്ത് വെച്ചിക്കണ്. പിന്നെ എൻ്റെ പണികളൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ നിന്ന് പുഴയിലൊക്കെ പോയി വന്നു, ഉഷാറായിട്ടൊന്ന് തേച്ച് കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം ചോറിന് വെള്ളം വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അതൊരു സൗകര്യമാണ് കേട്ടോ. ആ ഒരു ചായ കുടി കഴിയുമ്പോൾ നമ്മൾ അടുപ്പിലെ വെള്ളമാണ് തിളച്ചോളും, എന്നിട്ട് വേഗം അരി ഇടാമല്ലോ. ഇന്നത്തെ ബേജാറ് ഇതാകണം നമുക്ക് പോകാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം അറിയാണ്, നമുക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ വേഗം പണി ഒരുക്കൂലല്ലേ. നമ്മൾ എന്തെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പണികളൊക്കെ ഒരുക്കിയാണ് വേഗം പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ വേഗം പണിയെടുക്കുകയല്ലോ. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വേഗം, അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ നമ്മൾ ചോറും കാര്യങ്ങളൊന്നും ആയില്ല. ഒന്നാമത് ഇപ്പോൾ പരീക്ഷയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ഒരാൾക്ക് ഉച്ചക്കാണെങ്കിൽ ഒരാൾക്ക് രാവിലെയാണ്, അങ്ങനെയൊക്കെയാണ് പരീക്ഷ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ചോറ് വെക്കലില്ല. സാധാ ക്ലാസ്സൊക്കെ ആണെങ്കിലാണ് നമ്മൾ പെൽച്ചക്കൻ്റെ നീച്ച എല്ലാ പരിപാടികളൊക്കെ ഒരുക്കലുള്ളൂ കേട്ടോ. ഇപ്പം ആക്കം പോലെയാണ് നമ്മളെ നീക്കലും, അതേപോലെ തന്നെ നമ്മളെ പണികളൊക്കെ ആക്കം പോലെ. കാരണം മക്കൾ ഇവിടെ ഉണ്ടല്ലോ, രണ്ടാൾക്കും ചിലപ്പോൾ ഉച്ചക്കാവും പരീക്ഷ, ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ഇതുവരെ പരീക്ഷ എഴുതിയാലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണാവോ നടക്കാൻ പോണത്. വേഗം ഇതാക്കണ തീയും പിടിച്ചിട്ടേക്കണം കേട്ടോ. അങ്ങനെയുണ്ടല്ലോ പറയാനായിട്ട്. നമുക്ക് നല്ലപോലെ സന്തോഷത്തോടെ തീ പിടിപ്പിച്ചാൽ അതിലേറെ സന്തോഷത്തോടെ കത്തും തോന്നുന്നുണ്ട്. കാരണം ഒന്ന് വേഗം തീ പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഊതി ഓടക്കോയിലൊക്കെ കത്തുന്ന വരെ ഊതലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ വേഗം വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കട്ടെ കേട്ടോ. നല്ല തേങ്ങയില്ലാത്ത പുട്ടും അടിപൊളി തേങ്ങയില്ലാത്ത കടലക്കറിയാണ് ഉള്ളത്. തേങ്ങൻ്റെ ഭയങ്കര ക്ഷാമമുണ്ട് കേട്ടോ. നല്ല ക്ഷാമമുണ്ട്. പീടികയിലാണെങ്കിൽ നല്ല വിലയും കൊടുക്കണമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ മതി വിചാരിച്ചാണ്ട് ചായപ്പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ചോറിന് അരി ഇട്ടു, അതൊക്കെ ഞാൻ വാർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേഗം ഒരുങ്ങി. 10:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഒരു ബസ്സുണ്ട്, 10:37 ഒരു ബസ്സുണ്ട്. ആ ഒരു ബസ്സിന് വേഗം തുള്ളി കളിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. അല്ല, അതിന് വേഗം ഒരുങ്ങിട്ടോ. വേഗം ഒരുങ്ങിയതും പോരാ, ചോറ് ഊറ്റും വേണം, ഒരുങ്ങും വേണം, കറി വെക്കും വേണം. ഞാൻ കറി അടുപ്പത്ത് വെച്ചാണ്ട് പോയിട്ടോ. കുക്കറിൽ കറിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട്. ഇപ്പം രണ്ടാളുണ്ട്. ഇന്ന് ഏതായാലും രണ്ടാൾക്ക് സ്കൂളില്ല കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ്. ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് ഓർത്തത് ഇതിപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണല്ലോ എന്ന്. ഏതായാലും വേണ്ടിയില്ല, അതാക്കണം എൻ്റെ പണികൾ ഏകദേശം ഒരുക്കി വെച്ചേക്കണ്. അപ്പോൾ പുട്ട് ഇതാക്കണം തിന്ന് ഒരു കുറ്റിയും കൂടി ഉള്ളൂ. ഒരു കുറ്റിയല്ല, ഒരു പീസേ ഉള്ളൂ. പിന്നെ കടലക്കറീൻ്റെ അന്ത്യം കുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാത്രം കഴുകി വെക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ മക്കൾ ഇതാക്കണത് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വേഗം പോകാൻ നോക്കട്ടെ. അങ്ങനെ പോയി എവിടെ എത്തിയും ചോദിച്ചാൽ ഇതാക്കണം നമ്മൾ നിലമ്പൂർ സ്റ്റാൻഡിൽ എത്തിക്കണം കേട്ടോ. ഞാൻ മാത്രമല്ല, ഇതാക്കണം എൻ്റെ ഒപ്പം പറഞ്ഞ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഇതാക്കണം ഇവിടെ എൻ്റെ അനിയത്തി ഉണ്ട്. ഞങ്ങൾ കമ്പനി അടിച്ചാണ് പോകാൻ നിൽക്കണം, അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. അപ്പോൾ വെറുതെ ഒന്നും അങ്ങനെ മക്കൾ കെട്ടിച്ച മക്കൾ വെറുതെ ഒന്നും അങ്ങനെ ചെല്ലൂലല്ലോ. എന്തെങ്കിലും ഒരു കാര്യങ്ങളിലല്ല നമ്മളെ സ്വന്തം വീട്ടിലേക്ക് അങ്ങനെ ചെല്ലുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ കുട്ടികൾക്ക് ഇതാകണ ലീവ് ഉണ്ടാകണം, ഒന്നായിട്ട് അടിച്ച് പൊളിച്ചാണ് പോകാനായിട്ട്. പിന്നെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരണം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പോകുള്ളൂ. അങ്ങനെ ചൊല്ലി പറയാതെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ തറവാട് എന്ന് പറയുന്നത് നമ്മളെ NK ഹോട്ടൽ തന്നെയാണ്. കാകുമ്പാടത്ത് NK ഹോട്ടൽ തന്നെയാണ് നമ്മളെ തറവാട്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല. വീട്ടിൽ അങ്ങനെ ആരും ഇല്ലേന്ന്. ഒന്നാമത് വരാൻ കാണുന്നത് അങ്ങനെ ആങ്ങളുടെ കുട്ടി മലക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓനങ്ങനെ എന്തെങ്കിലും ചില്ലറ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, ഓനെ കാണാമല്ലോ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പം ഇതിൻ്റെ മുന്നേ അമ്മ പറഞ്ഞിരിക്കണ് ഓന് ഇത്രാം തീയതിയാണ് പോണത്, തിങ്കളാഴ്ച ഒരു ഉച്ചയോട് കൂടിയാണ് പോണത്. അപ്പം നിങ്ങൾ വരുമൊന്നും വേണ്ട, ഇപ്പോൾ കുറേ ആയില്ലേ പോണത്, അപ്പം നിങ്ങൾ വരുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നേത്. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു അടങ്ങേറ്, പോയിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മക്കളെയും കുട്ടികളൊക്കെ വീട്ടിലാക്കിയാണ് ഞങ്ങൾ രണ്ടാളും തനിച്ചാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മക്ക് സർപ്രൈസ് കൊടുക്കാനും സത്യത്തിൽ പോയി. അമ്മ വരണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെയാണ് പോകുന്നതേന്ന്. പിന്നെ നിലമ്പൂരെത്തിയപ്പോൾ വിളിച്ചിട്ട് അമ്മ നിങ്ങൾ എവിടെയാണ്, ഹോട്ടലിലാണ് വീട്ടിലാണോ ചോദിച്ചപ്പോൾ നമ്മുടെ ഹോട്ടലിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ അതാ വീട്ടിലുണ്ട് വെറുതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു, കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മനോട് നോണയൊക്കെ പറഞ്ഞതായിരുന്നു.
പക്ഷെ അമ്മക്ക് എങ്ങനെയോ മണത്തറിഞ്ഞ് അമ്മക്ക് രഹസ്യം കണ്ടുപിടിച്ചു. അവ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പേ നിങ്ങൾ ഇങ്ങോട്ടില്ല വണ്ടിയിലാണ് കയറിയിട്ടില്ല. ഞാനിങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടെന്ന് നിലമ്പൂർ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടെന്ന് എനിക്ക് ഉറപ്പേന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞങ്ങളപ്പോൾ സർപ്രൈസ് ആയത്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ. വീട്ടിൽ പോയിട്ടൊന്നുമില്ല. റിച്ചു അവിടേക്ക് വന്നു നിന്നിട്ടോ. റിച്ചു ആണ് മലക്ക് പോണത്, ആങ്ങളുടെ കുട്ടിയാണ് പോണത്. അപ്പോൾ ഓൻ അങ്ങോട്ട് വന്നു. പിന്നെ അങ്ങനെ ഓനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ അമ്മ പിന്നെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരാതെ കൂലല്ലോ. അങ്ങനെ ആ ഒരു പൊതിയും കെട്ടിയാണ്ട് ഞങ്ങളെ കയ്യിലില്ലത് അങ്ങോട്ട് കൊടുത്തും ചെയ്ത്. അപ്പം പൊതി കെട്ടിയിട്ട് ഞങ്ങളോട് പോന്നു കേട്ടോ. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അവിടെയുള്ള ആൾക്കാരോടും കുട്ടിമാനോടും അങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വേഗം പോന്നു. വീട്ടിൽ കയറിയതൊന്നുമില്ല കേട്ടോ. വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ നിലമ്പൂർ പാട്ട് തുടങ്ങാനായിക്കണ്. അപ്പം അതിനില്ലേ ബലൂണും അതേപോലെ തന്നെ സാമഗ്രികളൊക്കെ വന്ന് തുടങ്ങിയിരിക്കണം കേട്ടോ. ജനുവരി ഒക്കെ ആകുമ്പോഴാണ് നമ്മളെ നിലമ്പൂർ പാട്ട് തുടങ്ങണത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത്. 2:30 ആയി തുടങ്ങിയാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ചോറ് തിന്നു. നല്ല ചിക്കൻ ബിരിയാണി കൊടുത്തു കേട്ടോ. ഓള് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. നമുക്ക് ചിക്കൻ ബിരിയാണി മതിയെന്നും പറഞ്ഞിട്ട് ഞാനത് വാങ്ങി, മറ്റോളും അതും വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അമ്മ ഹോട്ടലിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാതും കഴുകി കൊടുക്കും, വെച്ച് കൊടുക്കും. പക്ഷെ തിന്നലൊന്നുമില്ല കേട്ടോ. ഈ ഒരു മാലിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാലിട്ടതാണല്ലോ. അപ്പം അങ്ങനെ തിന്നലൊന്നുമില്ല. എല്ലാ കൊല്ലം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുപ്പ് പുകയില്ല. അതുകൊണ്ട് തന്നെ മാലിട്ടാലോ ഇല്ലെങ്കിലൊക്കെ അമ്മ അവിടെ തന്നെയാണ് ജോലി എടുക്കൽ. അപ്പം അമ്മേൻ്റെ കഥ അങ്ങനെയാണ്. കുറേ പറയാതെ കേൾക്കാറ് നല്ലേ. അതുകൊണ്ട് കുറേ പറയണില്ല. പിന്നെ നിലമ്പൂരിൽ നിന്ന് ഇതാക്കണത് അവിടെ ഇറങ്ങിയിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ ഒരു ചുമന്ന ശീല വാങ്ങിയിട്ടുണ്ട്. ഒരു പട്ട് പോലെ ഒരു ശീല വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ക്രിസ്മസ് അല്ല വരുന്നത്. അപ്പം അനിയത്തീൻ്റെ കുട്ടിക്ക് ഒരു ഫ്രോക്ക് അടിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ അത് അടിച്ചു കൊടുക്കണം, അത് കൊണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ചോറ് തിന്നു. ഞാൻ പിന്നെ വൈകുന്നേരത്തെ കുറേ നേരം അല്പം കടന്നു. പിന്നെ ഈ പോയ വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ സമയം പോയിട്ടോ. വീണ്ടും വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഒരു ചായക്കടിക്ക് ഒരു മുട്ടൽ കേട്ടോ. ചായയും കടിയും കുടിക്കാനും വല്ലാത്തൊരു മുട്ടൽ. അതിലാണ് ഇങ്ങനെ ചൂണ്ടാനരിൽ വെച്ച് ഇതാക്കണം. ഇങ്ങനെ ഫോൺ തോണ്ടി നിന്നപ്പോഴാണ് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചത് കേട്ടോ. അതിൽ പിന്നെ മക്കളോ എല്ലാവരും കൂടി പറഞ്ഞ് ഇതാക്കണം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നുള്ളത്. എല്ലാവരും കൂടിയല്ല, ഈ ഒരു കുഞ്ഞാറ്റ മാത്രമാണ് ഈ ഒരു കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിത്തുള്ളിയെന്ന്. അപ്പോൾ ഞാൻ പിന്നെ കടയിൽ പോയിട്ട് കുറച്ച് പത്തിരിപ്പൊടിയും അതേപോലെ തന്നെ നമ്മളെ ശർക്കരയും കൂടി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ പത്തിരിക്ക് കുഴക്കണ പോലെയാണ് ഞാൻ കുഴക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാവും വിചാരിക്കുന്നത്. ഏതായാലും ഞാൻ വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. സഹായത്തിന് ഇതാക്കണ ഓളന്നെയുണ്ട് കേട്ടോ. ഓളാണ് ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് കുത്തിരിക്കണത്. ഇത് വേണോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഓള് തേങ്ങ ചെറുക്കാൻ പറഞ്ഞപ്പോൾ വേഗം തേങ്ങയൊക്കെ ചെറുക്കണം. അതിൻ്റെ ഇടയിൽ കയ്യൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വരിക തന്നെയല്ല. വില ഒരു പ്രത്യേകത അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അവിടെ ഒരു ബോക്സിൽ പാട്ടൊക്കെ വെച്ച് തന്നിട്ടാണ് ഒരു പണികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നേരം ഒരുപാട് അയക്കണം. മൂപ്പര് ആ പണിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ചായ ഒക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ അങ്ങനെ മക്കൾക്ക് അധികം അങ്ങോട്ട് കിട്ടലില്ല കേട്ടോ. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് പോകും കേട്ടോ. ആകെപ്പാടെ നമ്മൾ 2 GB നെറ്റേ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കൾക്ക് തുറന്നു കൊടുക്കലില്ല. അത് ലോക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കലില്ല. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമേ അങ്ങനെ തുറക്കലുള്ളൂ. പിന്നെ മൂപ്പര ഫോണാണ്. അപ്പോൾ എല്ലാവർക്കും ആർക്കുവാണെങ്കിലും എടുക്കാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. കുത്തി വെച്ചാലും ഇല്ലെങ്കിലും മിക്ക അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പല്ലടി ചെറുപ്പിക്കേണ്ട പരിപാടിയാണ്. പക്ഷേ നോ രക്ഷ. അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിച്ചൊന്നും തരൂല. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. മുന്നിലേക്കുള്ള സപ്പോർട്ടൊന്നും മൂപ്പരത്ത് ഇല്ല. മൂപ്പരത്ത് പ്രതീക്ഷിക്കാണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഓരോരോ പരിപാടികൾ എടുക്കുന്നത്. ഓൾ ഇതാണ് ആ ഒരു തേങ്ങ മുഴുവൻ ചിരകിട്ടോ. തേങ്ങ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ മുറ്റത്ത് തേങ്ങയെന്ന് അതാണെങ്കിൽ മൂത്തിട്ടുമില്ല. എന്നാലും തന്നെ കണ്ടം മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്നാൽ സാരല്ല, ആർക്കും കൊടുക്കാനുള്ളല്ലേ, നമുക്ക് മാത്രമല്ലേ തിന്നാനേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ഒക്കെ ചിരകി പിന്നെ ശർക്കര ഒന്ന് ചീകി എടുക്കട്ടെ എന്ന് വെച്ചിട്ടോ. പിന്നെ 2 ഏലക്കായും കൂടി അതിൽ ഇടുന്നുണ്ട്. ആ ഒരു മണവും ചൂരൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച്. നല്ല ചൂടുണ്ട് കാരണം നല്ല ഉസാറൻ ചൂടുണ്ട്. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിലാണോ അങ്ങനെ തന്നെ ആയിക്കാരല്ലേ ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പാട്ട് ഏതാണെന്നൊന്നും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഉസാറൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് പരിപാടി എടുക്കണത്. അല്ലാതെ ഇപ്പോൾ ഇതാക്കണം മക്കൾക്കും തന്നെ നീങ്ങൂല കേട്ടോ. ഒരു പണികളും നീങ്ങൂല. പാട്ട് കാണും. അപ്പോൾ ഞാനും ഓളും തന്നെയാണ് നിൽക്കുന്നത്. മറ്റുള്ള പാലിന് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നേരം ഓള് പിന്നെ തടി കഴിച്ചിലാക്കിയാക്കാൻ തോന്നുന്നു. ഈ ഒരു നേരത്തെ ആയിട്ട് എത്തുന്നതന്നെയല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ആക്കി വെച്ച് വരുമ്പോഴത്തേനും വരുന്നുണ്ടാവും. ഓലൊക്കെ മടിയെത്തിയാണ്, ഭയങ്കര മടിയെത്തിയാണ്. വളെങ്കാട്ടും നല്ല മടിയെത്തിയാണ് മറ്റോളെങ്കാട്ടും മടിയെത്തിയാണ് ഇവള്. അങ്ങനെ ഉണ്ടല്ലോ പറയാനായിട്ട്. ഒന്നിനൊന്ന് മെച്ചാണ്.
അപ്പോൾ എന്താണ് ആ കഴുത്ത് കൂടെ ഒരു വള്ളി ചോദിച്ചില്ല, ടേപ്പാണ്. ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഇതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ അടിച്ചിട്ടുണ്ട്. 2 ഉടുപ്പിൻ്റെ ആ ഒരു ഷോൾഡർ കയറ്റി അടിക്കാനും കൈ അടിക്കാനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി വരും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലൊക്കെ പോയില്ല, അങ്ങനെ ഒരു സമയം പോയതാണ്. അപ്പോൾ അത് അടിക്കണ പണിയെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അത് അടിക്കണമല്ലോ വെച്ചിട്ടാണ് വേഗം അടിച്ച്. അപ്പോൾ തയ്ച്ചത് വാങ്ങാൻ ആളെപ്പോഴാന്ന് വരാമെന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ജാഗ്രതയായിരിക്കണ്ടേ അത് വിചാരിച്ചാണ് ഞാനത് അടിക്കണ ഇടയിൽ മണ്ടി കൂടി വന്നതാണ്. അപ്പോൾ ഇതിന് ഇവിടെ കയറൊട്ടിച്ച് ഇങ്ങനെ ഇതുണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു സുയിപ്പാണ് കേട്ടോ. അത് എടുക്കണ വരെ അല്ലെങ്കിൽ കിട്ടണ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ പാട്ടൊക്കെ വെച്ചൊന്ന് സോപ്പിട്ട പരിപാടിയാണ് ഉള്ളില്ലത്. അപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ കൊഴുക്കണ്ടൻ്റെ പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ അത് പോയി അടിക്കാൻ കേട്ടോ. ആ ഒരു നേരത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ, അതുപോലെ ഒരു ആ പറഞ്ഞ ഡേറ്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിന് വിലയില്ലാതാക്കണ്ട വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് അടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം പുട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കണത്. ഇനിയിപ്പോൾ ഏതായാലും വേണ്ടി വരൂല, ഇനി വേഗം കാടിക്ക് ഇടണം, അല്ലെങ്കിൽ കോഴിക്കൊക്കെ പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളതൊക്കെ ഇതാ കോഴിക്കളൊക്കെയാണ് തിന്നുന്നത്, പൈക്കളോ കോഴിക്കളൊക്കെയാണ്, അല്ലാതെ വെറുതെ അങ്ങനെ വേസ്റ്റായി അവിടെ എവിടെയൊക്കെ ഒന്നും കിടക്കൊന്നുമില്ല. പൊതുവേ ഫുഡൊന്നും വേസ്റ്റ് ആക്കണമെന്ന് വലിയ രസമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഈ ഒരു പുട്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പുട്ട് ഈ പീടിയെന്നൊക്കെ വാങ്ങണം പൊടി കൊണ്ട് പുട്ട് ചുട്ടാണ്ടല്ലോ, ഇങ്ങനെ എറിഞ്ഞാലും പറ്റൂല, അമ്മാതിരി പുട്ടേക്കാരം. ചിലപ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടായാലുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പുട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ ഏറെക്കുറേ ചുടുന്നത് മട്ടരീൻ്റെ പുട്ടാണ്. റേഷൻ കടക്കാർ ഇതാക്കണം മട്ടരിയും തരാറതായി ഇപ്പം. ഇതിപ്പോൾ കൊഴുക്കട്ട മാറി പൂക്കട്ടയായോ എന്ന് ചോദിക്കുന്നുണ്ടാവൂലേ. അപ്പോൾ ഞങ്ങൾ കൊഴുക്കട്ടയാണ് വിചാരിച്ചത്, ചിന്താഗതിയിൽ അതേന്നു. കൊഴുക്കട്ട ഇങ്ങനെ ഉരുട്ടി പരത്തിയൊക്കെ ഇങ്ങനെ വരുന്നതേന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് നേരം ആകുമോ എന്നുള്ളത്. അത് കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഉരുട്ടി വന്നപ്പോഴാണ് ഈ ഒരു സാധനത്തിന് ഈ ഒരു സൂന ഇതാക്കണം കണ്ണിൽ പെട്ടത്. അത് കണ്ണനെ നിലമ്പൂർ പാട്ടിന് സമ്മാനം എന്തോ കിട്ടിയതാട്ടോ. ഇങ്ങനെ പന്ത് വെച്ചിട്ട് ഗ്ലാസ്സിന് എറിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഈ റിങ് വെച്ചിട്ട് അതിനെ ഇങ്ങനെ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തോ കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ പോലെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ തിന്നാൽ പോരെ, ഏതായാലും ഉണ്ടാക്കി നേരം മുളക്കെത്തിക്കണ നേരമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരമായി ഉണ്ടാക്കി തുടങ്ങണത്. അപ്പോൾ ഞാൻ ഈ ഒരു നേരമൊക്കെ അടിക്കുക കേട്ടോ. മക്കൾ രണ്ടാളാണ് വീഡിയോ എടുത്തിരുന്നത്, അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പതിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ആ ഒരു നേരം കൊണ്ട് ആ ഒരു 2 ഉടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇരട്ടക്കുട്ടികളാണ് കേട്ടോ. അപ്പം ഓല ഉടുപ്പ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അടിക്കട്ടെ വെച്ചിട്ട് ആകുമ്പോൾ കയറിയാണ്. ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം മണ്ടി പോയതാട്ടോ. ഈ നേരമായിട്ട് ഓല് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കിട്ടിയ സമയത്തിന് ഞാൻ ഓടിയതാണ് മക്കളെ അടുക്കളയിലാക്കിയാണ്ട്. പിന്നെ ഇതങ്ങനെ വേവിക്കാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ തട്ട് വെച്ചിട്ട് അതിൽ അങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ശർക്കര വെള്ളമാണ് കേട്ടോ അങ്ങനെ അവിടെ കിടക്കണത്. അപ്പോൾ ഇതൊക്കെ ഇതാക്കുന്ന മക്കളെടുത്ത വീഡിയോ ആണ്. അതാണ് തലങ്ങും വിലങ്ങും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു സ്റ്റിക്ക് വെള്ളം വെച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഈ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു ശർക്കര വെള്ളത്തെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്ത് മാറ്റണമൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ മക്കൾ, അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടായാൽ മതി, ആ ഒരു മട്ടത്തിലൊന്നും ആക്കണ്ട, എന്തെങ്കിലും ഉണ്ടായത് വന്നാൽ മതി എന്നുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിതാ ഉടുപ്പ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ശീല പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ശീലയായിരുന്നു കേട്ടോ. കുറേ ബുദ്ധിമുട്ടി പറഞ്ഞാൽ എനിക്ക് പേടിയായി തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ പേടിയായി തുടങ്ങണത് കേട്ടോ. ഇപ്പോൾ ഭയങ്കര പേടിച്ചാണ് ഇത് അടിച്ചത് ഇങ്ങനെ തുടങ്ങിയത്. പറയുമ്പോൾ ഒന്നും ഒരു പണിയില്ല, ഷോൾഡർ മെല്ലെ ഒന്ന് കയറ്റി അടിക്കാനും അതേപോലെ തന്നെ ചെറിയതായിട്ട് ഷേപ്പ് ഇടാനും അതേ 2 കൈ വെക്കാനും തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും ഭയങ്കര പേടിയായിരുന്നു. ഇതാണ്ട് അടിച്ച് കിട്ടിയപ്പം അടിച്ച് തീരൂലേന്നില്ല പേടിയായിരുന്നല്ല കേട്ടോ. അടിച്ച് തീരാനൊക്കെ തീരും സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി നേരം കൊണ്ട് തന്നെ നമ്മൾ അടിച്ച് തീർക്കും. പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു ശീലമ തൊടാനായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഉടുപ്പില്ല, കാണാനൊക്കെ നല്ല മൊഞ്ചില്ലൊരു ഉടുപ്പില്ലേ, നല്ല ചൊറുക്കുണ്ട്, കുറേ ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. കളറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ശീല പറ്റേ ലോക്കൽ ശീല കേട്ടോ. പറ്റ നെറ്റാണ്, പക്ഷെ ലോക്കൽ നെറ്റ് ഉണ്ടല്ലോ വേഗം കീറിപ്പോണ നെറ്റ്, അത് ഭയങ്കര പേടിയാട്ടോ. ഈ ഒരു തയ്യൽക്കാർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ബേജാറോട് കൂടി അല്ലെങ്കിൽ നെഞ്ചിടിപ്പോട് കൂടിയേ ഈ ഒരു ശീലം ഇരിക്കാൻ പറ്റുള്ളൂ. എവിടെ മെല്ലെ ഒന്ന് തൊട്ടാലും അപ്പം കീറിപ്പോവും. അങ്ങനെയാണുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇത് അടിച്ച് തീർത്തു. ഒരു സമാധാനം, ഇത് കൊണ്ടായാലും നമുക്കൊരു സമാധാനം ഉള്ളൂ. കാരണം മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണമല്ലേ. അപ്പോൾ കവർന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഥ. അപ്പോൾ ഒരുവിധം എല്ലാവരും തീറ്റയും കൂടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. കൊഴുക്കട്ടാന്നും പറഞ്ഞിട്ട് പിന്നെ പൂവട പോലെ അതിന് ഉണ്ടാക്കി തന്നപ്പം
സംഭവം രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല ശർക്കര ഉണ്ടായിരുന്നു. തേങ്ങ ഇത്തിരി കുറവാണെങ്കിലും ശർക്കര ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അവിലൊക്കെ പുഴുങ്ങിയെടുത്തോണ്ട് ആയതുകൊണ്ട് നമുക്ക് എണ്ണയും കാര്യങ്ങളൊന്നും തൊടുന്നില്ലല്ലോ. അപ്പോൾ ഹെൽത്തിയും കാര്യങ്ങളാണ്. മക്കളിതാ സ്കൂളിട്ടൊക്കെ വരുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രസമാണല്ലോ അല്ലേ. പിന്നെ ഇതാക്കണ് ആ ഒരു ഇലട ഉണ്ടല്ലോ, ഇലടൻ്റെ ആ ഒരു മോഡലൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അധികം വലിച്ചു നീട്ടണമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ അമ്മനെ കണ്ടതും അനിയത്തിൻ്റെ ഒപ്പം പോയതും ബിരിയാണിയും കൊഴുക്കട്ട പോലത്തെ ഒരു അടിയും അതൊക്കെ പാടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇമാതിരി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാൾക്കാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നെക്കിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്തോളിട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.